വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ലോങ് ടൈമിലേക്ക് സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കീപ്പ് ചെയ്യുന്ന ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. അത് നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കമ്പനി മാത്രം മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കമ്പനി മാത്രം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഭാരതി എയർടെൽ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്കറിയാം. ആ കമ്പനി എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഏത് രീതിയിലാണ് വരുമാനം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആ കമ്പനിക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണുള്ളത്, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഏത് രീതിയിലാണ് വരുമാനം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രം ചൂസ് ചെയ്യുക. രണ്ടാമത്തെ ഗോൾഡൻ റൂൾ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പനി ഇതേ പ്രാധാന്യത്തോടുകൂടി നിലവിലുണ്ടാവുക എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം, ആ കമ്പനി എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്, കമ്പനിക്ക് എങ്ങനെയാണ് ലാഭം വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാം ആ കമ്പനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും ഇതേ പ്രാധാന്യത്തോടു കൂടി. അപ്പം ആ കമ്പനിയുടെ സ്റ്റോക്കിന് വാല്യുവേഷൻ എന്തായാലും കൂടുകയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലോങ് ടൈം ഇൻവെസ്റ്റിന് വേണ്ടുന്നൊരു സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.